50,000-ഓളം വരുന്ന ടീച്ചർമാർ, പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ ഇതിൻ്റെ പറവിൽ വരുന്നില്ല, എയ്ഡഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒരു 10, 40, 50,000 അധ്യാപകർ വലിയ ഭീഷണിയിലാണ്. ഭീഷണി വേറൊന്നുമല്ല, 2008 ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. ആ നയത്തിൻ്റെ ഭാഗമായി ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ടെസ്റ്റ് വച്ചു. അപ്പോൾ ടീച്ചർമാരാവണമെങ്കിൽ ടെറ്റ് അഥവാ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം. ഇത് പ്രയാസമുള്ള ടെസ്റ്റ് അല്ല. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ടെസ്റ്റ് അല്ല. പക്ഷേ 2 വർഷത്തിനകത്ത് അത് എഴുതിയെടുക്കണമെന്നും പറഞ്ഞു. 2 വർഷത്തിനകത്ത് എഴുതിയെടുത്തില്ലെങ്കിൽ അവർക്ക് ടീച്ചർ ജോലി നഷ്ടമാകും. എന്നാൽ 2008 ഇതിവിടെ വന്നതിന് ശേഷം വളരെ കൃത്യമായി ഈ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെയും കേന്ദ്ര ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഫോളോ അപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാതിരിക്കുകയും, കേന്ദ്ര ഗവൺമെൻറ്റും അതിൽ പ്രതിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രതിയാണ്, ഒരു ഗവൺമെൻറ് മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകളൊന്നും നടക്കാതെ എന്തായാലും കഥ 2008 പോയിട്ട് 2018, 10, 26, 18 വർഷം അങ്ങ് കഴിഞ്ഞു പോയി. ഇതങ്ങ് കഴിഞ്ഞു പോയപ്പോൾ ഇപ്പോൾ അതിനിടയിൽ പിന്നെ കേസുകൾ വന്നു, പിന്നെ ഹൈക്കോടതി കേസുകൾ വന്നു, ഇന്ത്യയിലെ പല കോടതികളിലും കേസുകൾ വന്നു. പിന്നെ ടെറ്റ് വേണമെന്നായി, വേണ്ടെന്നായി, പിന്നെ ഗവൺമെൻറ് അത് ഫ്രീസ് ചെയ്തു, വേണ്ട രൂപത്തിൽ മുമ്പോട്ട് പോകുമായിരുന്നു. പ്രത്യേകിച്ച് അത് ഫ്രീസ് ചെയ്യാൻ കേരളത്തിൽ പ്രധാന കാരണം ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ധാരാളം പേർ നെറ്റും പിന്നെ സെറ്റും ഒന്നും ഇല്ലാതെ ധാരാളം പേർ ജോലിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ ഗസ്റ്റ് ലെക്ചർമാരുണ്ട്, താൽക്കാലിക ആളുകളുണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്, പല രൂപത്തിലാണ് ഈ ടീച്ചർ കമ്മ്യൂണിറ്റി ഉള്ളത്. എന്തായാലും സുപ്രീം കോടതി വളരെ വ്യക്തമായ ഒരു വിധി പറഞ്ഞിരിക്കുകയാണ്. ആ വിധി പറയുന്നതിൻ്റെ ഉപോത്ബലകമായി KSTA-ക്കാരും കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻകാരും കേരള ഗവൺമെൻറ്റും എല്ലാവരും വ്യത്യസ്തമായ അഫിഡവിറ്റുകൾ കൊടുക്കുകയും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡ്, ഇത് ടെറ്റ് ഇനിയിപ്പോൾ നിലവിലുള്ളവർക്ക് ടെറ്റ് വേണമെന്നില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു. പക്ഷേ കോടതി വളരെ ശക്തമായി പറഞ്ഞു, നിലവിലുള്ളവർ എടുത്തേ കഴിയൂ, വേണമെങ്കിൽ ഒരു കൺസെഷൻ തരാം, 2 വർഷത്തിനകത്ത് എടുക്കണം എന്നുള്ളത് 3 വർഷത്തിനകത്തായ എടുത്താൽ മതി. അപ്പോഴുള്ളൊരു പ്രശ്നം, ഒരാൾ 56 വയസ്സിലാണ് റിട്ടയർ ആവുന്നത് നമ്മുടെ സംവിധാനം അനുസരിച്ച്. അപ്പോൾ പിന്നെ 5 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ചെയ്യുകയും വേണം എന്ന് പറഞ്ഞാൽ 56 വയസ്സിൽ റിട്ടയർ ആകുന്ന ഒരാൾ 51 വയസ്സ് പ്രായമാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് 56 വയസ്സ് വരെ തുടരണമെങ്കിൽ 54 വയസ്സിനകം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനകം ഇത് എഴുതിയെടുത്തിരിക്കണം. നേരത്തെ 2 വർഷമായിരുന്നു. അത് സുപ്രീം കോടതി ഒരു പ്രാവശ്യം, എല്ലാ വർഷവും ടെസ്റ്റ് നടക്കും, 2 ടെസ്റ്റ് കൊണ്ട് നേരത്തെ എഴുതിയെടുക്കണമെന്നുള്ളത് ഇപ്പോൾ 3 പ്രാവശ്യം ടെസ്റ്റ് എഴുതാം, എന്തായാലും ടെസ്റ്റ് പാസ്സായേ കഴിയൂ എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയെന്ന് വിചാരിക്കുക, ഒരു ടെസ്റ്റ് നടത്തി, എന്തിനാണ് ഈ ടെസ്റ്റ്? അധ്യാപകരുടെ ക്വാളിറ്റി കൂട്ടാൻ. അല്ലാതെ ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ഒരാളിനെ, അല്ലെങ്കിൽ 55 വയസ്സ്, 51 വയസ്സാവുന്ന 51 വയസ്സിലുള്ളവർ വരെയാണ് ഈ ടാർഗറ്റ് ഗ്രൂപ്പ്. 51 കഴിഞ്ഞാൽ പിന്നെ ചെയ്യണമെന്ന് പറയുന്നില്ല, 4 വർഷമല്ലേ അവർക്ക് സർവീസ് ഉള്ളൂ, പിന്നെ അവർ ചെയ്യണ്ട. 50 വയസ്സിനകത്ത് ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടി വരുന്നത്. 50 വയസ്സായ ഒരാളെ വീണ്ടും ഈ ഒരൊറ്റ ടെസ്റ്റ് നടത്തിയത് കൊണ്ട് അവരുടെ കേപ്പബിലിറ്റി കൂടുമോ, അവരുടെ കഴിവ് വർദ്ധിക്കുമോ? ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ടെസ്റ്റ് പാസ്സായില്ല എന്ന് വിചാരിച്ചിട്ട് കഴിവ് കുറയുമോ? ഇതുമില്ല. അപ്പോൾ വർഷം കൂടി കണക്കാക്കി വളരെ ഫ്രഷായിട്ട് കയറിയിട്ടുള്ള 4-5 വർഷത്തിനകത്ത് കയറിയിട്ടുള്ളവരെ ടെസ്റ്റിലേക്ക് കൊണ്ടുപോയാലും കുറച്ചുകൂടി നമ്പർ കുറയ്ക്കാമായിരുന്നു. ഇത് 20 വർഷവും 25 വർഷമൊക്കെ 50 വയസ്സായ ഒരാൾ 30 വയസ്സിൽ ജോലി കയറിയാൽ, 25 വയസ്സ് കഴിഞ്ഞാൽ ജോലി കയറാമല്ലോ, 30 വയസ്സിൽ ജോലി കയറിയാൽ അവർ 50 വയസ്സാകുമ്പോൾ 20 വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവും. 20 വർഷം പഠിപ്പിച്ച ഒരാൾ വീണ്ടും ഇത് ഒരു ടെസ്റ്റ് എഴുതി വലിയ നേതാവാകണമെന്ന് പറയുന്നത് ഒരു ഇല്ലോജിക്കലില്ലേ, ഒരു ലോജിക്കില്ലായ്മ ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി അത് സുപ്രീം കോടതി വിധി ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. പക്ഷേ സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് ഇനി എങ്ങനെ പുനഃപരിശോധിക്കും എന്നുള്ള കാര്യം വളരെ വലിയൊരു വിഷയമാണ്. അതെങ്ങനെയാണ് പരിഹരിക്കുക നമുക്കറിയില്ല. എന്തായാലും സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന് റിവ്യൂ പെറ്റീഷൻ കൊടുത്താലും അത് ക്ലച്ച് പിടിക്കാനുള്ള സാധ്യതയില്ല. സുപ്രീം കോടതി ഇത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ, ഹൈക്കോടതികളിൽ ഇനി ആരെങ്കിലും പോയത് കൊണ്ടും കാര്യമില്ല. കാരണം പ്രീസിഡൻസ് കിടക്കുകയാണ് സുപ്രീം കോടതിയുടെ. എന്തായാലും വളരെ കഷ്ടമായി പോയി, സങ്കടകരമായി പോയി. ഞാൻ പറയുന്നത് കുറച്ച് സീനിയർ ആളുകളെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കേണ്ടിയിരുന്നു. മാത്രമല്ല ജൂനിയർ ആയാലും ജോലിയിൽ കയറിയവരെ
റിഫ്രഷ്മെൻറ്റ് കോഴ്സുകൾ നടത്തി അവരെ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അവരെ എക്വിപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം മിനിമം ക്വാളിഫിക്കേഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടല്ലോ. ആ മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കയറാൻ പറ്റത്തില്ല. മിനിമം ക്വാളിഫിക്കേഷനിലൂടെ കയറിയവരെ ഇനിയും വീണ്ടും ഒരു ടെസ്റ്റ് നടത്തി അവരെ ക്വാളിഫിക്കേഷൻ ഫൈനലൈസ് ചെയ്യുന്നത് അതൊരു സുഖകരമാണോ എന്ന് ആലോചിക്കണം. നേരത്തെ PhD ഉണ്ടായിരുന്നില്ലെങ്കിൽ കോളേജ് പ്രൊഫസറാവാൻ പറ്റില്ല. അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെല്ലാം ഒരു പർട്ടിക്കുലർ വർഷത്തിനകത്ത് PhD എടുക്കണമെന്ന് പറഞ്ഞ് സംഭവിച്ചത് അണ്ടനും അടകോടനും എല്ലാം ഗൈഡായി ഒരുപാട് PhDക്കാരെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവസരം PhD എന്ന് പറയുന്നത് ആർക്കും എടുക്കാൻ മീൻസ് യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്തവർക്കും PhD കിട്ടുന്ന ഒരു തീസിസ് പോലും സമർപ്പിക്കാതെ PhD കിട്ടുന്ന പരിപാടിയായി. ഓണററി PhD ആയി യൂണിവേഴ്സിറ്റികൾ പലതും 5 ലക്ഷവും 10 ലക്ഷവും PhDക്ക് വാങ്ങുന്ന സ്ഥിതി വന്നു. ഒരു പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി 2 പേപ്പർ വേണം. അതിൽ ഒരു പേപ്പറിന് വേണ്ടി 1 ലക്ഷം രൂപ വരെ വാങ്ങുന്ന ഏജൻസികളുണ്ട്. അങ്ങനെ വലിയ തീവട്ടിക്കൊള്ള അതിനകത്ത് നടന്നപ്പോൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞു, UGC തന്നെ പറഞ്ഞു, ഇങ്ങനെ തീവട്ടിക്കൊള്ളയാണെങ്കിൽ അത് വേണ്ട. UGC പറഞ്ഞു PhD വേണ്ട, നെറ്റ് മതി എന്ന് പറഞ്ഞു. എന്തായാലും നെറ്റും സെറ്റും ഇങ്ങനെ പല പേരുകൾ പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് പോകുന്നത്. ഇങ്ങനെ കോമ്പറ്റീഷൻ്റെ കാര്യമുണ്ടോ? നല്ല മിടുക്കരായി മാർക്ക് വാങ്ങുന്ന ആളുകളെ അവർ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതിയതിൻ്റെ പേരിൽ അവർ തോറ്റുപോയെന്ന് പറഞ്ഞ് അവരെ കളയുകയല്ല വേണ്ടത്. റാങ്ക് വാങ്ങിയവരുണ്ട്, നല്ല ഹൈ ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായവരുണ്ട്. അവരെല്ലാം ഒറ്റ പരീക്ഷ, ഒരു ദിവസത്തെ ഒരു പരീക്ഷയിൽ തോറ്റുപോയി എന്ന് വിചാരിച്ച് അവർ ക്വാളിഫൈഡ് അല്ലാതെ ആകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായ വളരെ ശാസ്ത്രീയമായ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. എങ്ങനെയാണ് നിലവിലുള്ള അധ്യാപകരെ പരമാവധി പേരെ നിലനിർത്തിക്കൊണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക? ഇനി പണ്ട് അപ്ലൈ ചെയ്തപ്പോൾ നോക്കണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്തപ്പോൾ അഡ്മിഷൻ കൊടുത്ത് അവരെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ അതൊന്നും ന്യായമല്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയാണ്. എന്തായാലും സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടാണ് ഇതിനകത്ത് കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. ഇത് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മാറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിന് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് നമുക്ക് കരുതാം.